നിങ്ങൾ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് ഒരു പോലീസ് ചെക്കിങ്ങിന് നിങ്ങളുടെ കൈയാണ് ചേർത്തി. വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൻ്റെ ഒരു പേപ്പറും കയ്യിലില്ല, ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ വാഹനത്തിൽ സൂക്ഷിച്ചിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അത് നമ്മുടെ വാഹനം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് അവർ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഈ സന്ദർഭങ്ങളിൽ പേപ്പേഴ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അവർക്ക് ഡിജിറ്റലായിട്ട് കാണിച്ചു കൊടുത്താലും മതി. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇൻഷുറൻസ്, RC ബുക്ക്, പൊല്യൂഷൻ 3ൻ്റെ ഫോട്ടോ കോപ്പി പേപ്പറായിട്ട് തന്നെ കാണിക്കണം എന്നിപ്പോൾ നിയമമൊന്നുമില്ല. ഹാർഡ് കോപ്പി കാണിക്കണം എന്നില്ല. അതിൻ്റെ ഫോട്ടോ ഡിജിറ്റലായിട്ടുള്ളത് ഫോട്ടോസ് നമ്മുടെ ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ നേരത്തെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ വീട്ടുകാരെ വിളിച്ച് വാട്സപ്പ് അയച്ചു തരാൻ പറയാം. ഇത് രണ്ടും നടക്കില്ല എന്ന കാര്യമാണെങ്കിൽ അവർക്ക് സംശയം വരും. കാരണം വണ്ടി നിങ്ങളുടെ തന്നെയാണോ എന്ന് സംശയം വരും. മോഷ്ടിച്ചു കൊണ്ടുവന്ന വണ്ടിയാണോ എന്നുള്ള കാര്യം സംശയം വരും. അത് ഉറപ്പിക്കാനായിട്ട് പരിവാഹനിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അത് നിങ്ങളുടെ പേരിലുള്ള വണ്ടിയാണെങ്കിൽ പരിവാഹനിൽ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് നമ്മുടെ പേരും ഡീറ്റെയിൽസും, പേരും വണ്ടി നമ്പർ, ബാക്കി ഇൻഷുറൻസ്, RC, പൊല്യൂഷൻ്റെ എല്ലാം ഡേറ്റ് എല്ലാം അതിൽ കാണിക്കും. മറ്റൊരാളുടെ വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അവർ ഒരു ജനറൽ ഫൈൻ, 250 രൂപ ഫൈൻ അടച്ചിട്ട് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് കാണിക്കാൻ പറയും. സ്പെഷ്യൽ സന്ദർഭങ്ങളിൽ വാഹനം അവിടെ മേടിച്ച് വെക്കുകയും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ വാഹനം റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ പോയിട്ട് അവിടെ ഫോട്ടോ കോപ്പി എടുത്ത് വാഹനത്തിൻ്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചാലും മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.